ട്രേഡിംഗ് മീഡിയയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 79 പോയിൻറ്റും S&P 13 പോയിൻറ്റും നസ്ഡാക്ക് 62 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റായിട്ട് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് പറയാം. മുകളിൽ നിന്ന് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് താഴത്തെ വിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈയിങ് പ്രഷർ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ക്യാൻഡിൽ ഒരു നല്ലൊരു ബൈയിങ് പ്രഷർ. അതിന് മുന്നേ ഉള്ള 2 ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും താഴെ വിക്ക് വന്ന് കൃത്യമായിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. ഈ ആഴ്ചയിൽ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയിൽ മാർക്കറ്റ് മിക്കവാറും ഒരു റാലിക്കുള്ളൊരു സാധ്യതയുണ്ട്. ക്രിസ്മസിൻ്റെ ഡിസംബറിലെ 2ാമത്തെ വീക്കാണ്. ഒരു ക്രിസ്മസിന് മുന്നേ ഉള്ള ഒരു സാന്റ റാലിക്ക് മാർക്കറ്റിൽ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഈ ഡിസംബറുകളിൽ എല്ലാ ഡിസംബറിലും സാന്റ റാലി പ്രതീക്ഷിക്കാറുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ഡിസംബറിലും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു റാലി നടന്നിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയിൽ മിക്കവാറും മാർക്കറ്റ് ഒരു 26,500 വരെയൊക്കെ മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. 26,600 തൊട്ട് 650 വരയ്ക്കും മാർക്കറ്റ് ചിലപ്പോൾ ഒരു റാലി ഈ ആഴ്ചയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 26,325 ബ്രേക്കൗട്ട് കിട്ടുകയും ഈ മുകളിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാന്റ റാലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുവരയ്ക്കും 26,600-650 റേഞ്ചിലോട്ട് മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിനു മുന്നേ ഉള്ള ചില വീക്ക്ലി അനാലിസിസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസംബറിൽ പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 27,000 ന്യൂ ഇയറിന് മുന്നേ 27,000 വരയ്ക്കും മാർക്കറ്റ് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴാണ് നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് കിട്ടി മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ അവസാനത്തോടു കൂടി ചിലപ്പം 27,000 വരയ്ക്കും മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൽ നമ്മൾ വെള്ളിയാഴ്ച പ്രീ മാർക്കറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഗ്രൂപ്പിൽ ലെവൽസ് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഇട്ട ചാർട്ടാണിത്. 5-ാം തീയതി മാർക്കറ്റ് നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചിലായിരുന്നു ഇല്ലേ. അപ്പോൾ അതിന് മുന്നേ വരച്ചിട്ടതാണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇതിന് മുകളിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 26,908 മുകളിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇത്രയും മുകളിലോട്ട് നമുക്ക് ടാർഗറ്റ് പ്രതീക്ഷിക്കാം. അതായത് 26,306 വെള്ളിയാഴ്ച തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടി. മാർക്കറ്റ് ഞാൻ ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റിന് വരുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഡയറക്റ്റ് അവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിപ്പോയി താഴെ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. 26,213 ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഈ 26,213 ബ്രേക്കൗട്ട് കിട്ടിയാൽ ചിലപ്പോൾ താഴെ വീണ്ടും ഒരു റീടെസ്റ്റിന് വരാം. ഇത് മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,306 വരയ്ക്കും മാർക്കറ്റ് കയറി പോകും. 26,306 എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ടാർഗറ്റിലോട്ട് മാർക്കറ്റ് എത്തും. 26,306 പ്രതീക്ഷിക്കുന്നത്. 26,213 മുകളിലോട്ട് 15 മിനിറ്റിൽ ഒരു നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഥവാ താഴോട്ടൊരു ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു 26,148 താഴോട്ട് ഒരു മിനിറ്റ് ഞാൻ ഈ ലൈനല്ല ഓക്കെ 26,145 താഴോട്ട് 15 മിനിറ്റിൽ ഒരു ബ്രേക്കൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 26,908 മാർക്കറ്റിൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ നെക്ക് ലൈനാണ്. അപ്പോൾ താഴോട്ട് വന്നിട്ട് ചിലപ്പം ഇവിടെ നിന്നൊരു റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകും. 26,908 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
26,908 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 പോയിന്റ് അടുപ്പിച്ച് താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കൂടെ വരും. അവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കൂടെ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. താഴോട്ട് മാർക്കറ്റ് നേരത്തെ 15 മിനിറ്റിൽ പറഞ്ഞ ഈ ഒരു റേഞ്ച് 26,908 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചും 26,908 ഈ ഒരു റേഞ്ചും ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്കൗട്ട് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് മാർക്കറ്റിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 25,715 വരേക്കും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിയാൽ താഴോട്ട് വരും. നിലവിൽ ഡേ ക്യാൻഡിൽ ഹയർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ കൃത്യമാണ്, അപ് ട്രെൻഡാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലോ, ഈ ഒരു ഹൈ, അടുത്തൊരു ഹയർ ലോ, പിന്നെ വന്നിട്ട് ഒരു ഈക്വൽ ഇല്ല, ഇവിടെ ഒരു ഹയർ ഹൈ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ, ഇവിടെ ഒരു ഹയർ ഹൈ വന്നു, വീണ്ടും ഇവിടെ ഒരു ഹയർ ലോ വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു ഹയർ ലോ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവൽ ഈ ആഴ്ച പ്രതീക്ഷിക്കുന്ന 26,600-650 റേഞ്ചിലോട്ട് പോകും. അല്ല സപ്പോസ് ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടി താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഈ സ്ട്രക്ചർ മാറാൻ സാധ്യതയുണ്ട്. ഡേ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ മാറി താഴോട്ട് മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ലെവലിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസിൽ ഞാൻ 3 ലെവൽസേ വരച്ചിട്ടുള്ളൂ. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് CPRലോ അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ സപ്പോർട്ടായിട്ടുള്ള 26,113 26,093ലോ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. വൈഡ് CPR ആണ് വരുന്നത് ഏകദേശം 26,094 തൊട്ട് 26,156 വരയ്ക്കും. ഏകദേശം 60 പോയിൻറ്റിൻ്റെ CPR ആണ് നിഫ്റ്റിയിൽ വരുന്നത്. സപ്പോർട്ട് എടുക്കും മാർക്കറ്റ്. ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു നമ്മൾ നേരത്തെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ വരച്ചിട്ടുള്ള ഈ ഒരു നെക്ക് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 26,903 26,113 അതാണ് നമ്മൾ 15 മിനിറ്റിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവൽ 26,098 അവിടെ സ്ട്രോങ് സപ്പോർട്ട് കിട്ടിയെങ്കിലും അത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഇൻട്രാഡേ ലെവൽസിലും ഇത് ബ്രേക്കൗട്ട് കിട്ടി താഴോട്ട് പോകത്തുള്ളൂ. ഇത് പിവറ്റ് വെച്ച് നോക്കിയാലും നമ്മുടെ ഈ ഒരു നെക്ക് ലൈൻ വെച്ച് നോക്കിയാലും മാർക്കറ്റിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ലെവലാണ് 26,113 26,093. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു ടാർഗറ്റാണ് വരുന്നത്. ഏകദേശം 150 പോയിൻറ്റിന് അടുപ്പിച്ചുള്ള ടാർഗറ്റാണ് വരുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. അതായത് പ്രീവിയസ് ഡേ ലോ ഹൈ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടാർഗറ്റ് 26,246 26,265 സെക്കൻഡ് ടാർഗറ്റ് വയ്ക്കാം. മാർക്കറ്റിൽ നേരത്തെ ഞാൻ 15 മിനിറ്റിൻ്റെ ചാർട്ടിലും പറഞ്ഞ ആ ഒരു ടാർഗറ്റ് തന്നെയാണ്. 26,300 മുകളിൽ 300-335 ലെവൽസിലായിരിക്കും മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് 26,246 26,265 മുകളിലോട്ട് 15 മിനിറ്റിൽ ക്ലിയർ ബ്രേക്കൗട്ട് കിട്ടിയാൽ നെക്സ്റ്റ് ടാർഗറ്റ് 26,335 26,353. അതുവരയ്ക്കും മാർക്കറ്റ് ഒരു റാലി പ്രതീക്ഷിക്കാം തിങ്കളാഴ്ചയിൽ. ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോകുമെന്നും തോന്നുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും താഴെ 26,113 26,093 താഴോട്ടും മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. ഇതിനുള്ളിൽ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. 26,335 353 മാർക്കറ്റ് എത്തുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ചിലപ്പം ഒരു റിവേഴ്സ് താഴോട്ടൊരു ഡൗൺ ട്രെൻഡിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.